ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഇഫ്താറിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ നല്ല കാറ്റുണ്ട്. അപ്പം ഞാനിവിടുന്ന് എങ്ങനെയാണ് നോമ്പ് തുറക്കുന്നതെന്ന് കാണിച്ചു തരാം. ഞാനിവിടുന്ന് പള്ളിക്കെന്നാണ് അധിക ദിവസം നോമ്പ് തുറക്കാറ്. അപ്പം നിങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ടാവും, ഗൾഫിലില്ലോലൊക്കെ പള്ളിക്കൽ പോയിട്ടാണ് നോമ്പ് തുറക്കലെന്ന്. അപ്പോൾ എങ്ങനെയാണ് ആ സംഭവം എന്ന് കാട്ടി തരാം കേട്ടോ. നമ്മുടെ നാട്ടിലേക്ക് പോലെ തന്നെയാണ്. അങ്ങനെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിലാണ് പൊടിക്കാറ്റ് വന്നത് കേട്ടോ. അപ്പം എങ്ങനെയാണ് കേട്ടോ പൊടിക്കാറ്റ്. ഇത് അത്രയും വലിയ പൊടിക്കാറ്റൊന്നും അല്ല കേട്ടോ. കണ്ടോ പൊടി പറഞ്ഞത്. അപ്പം ഞാൻ നിൽക്കുന്നിടത്തൊക്കെ എന്താ വെച്ചാൽ ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായതുകൊണ്ട് അതിനൊക്കെ തട്ടിത്താണ് ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ തുറന്നൊരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവിടെ ആകെ പൊടിയായിട്ട് നമുക്കൊന്നും കാണാത്ത പോലെ ഉണ്ടാവും. ഈ പള്ളിയിൽ നിന്നാണ് കേട്ടോ ഞാൻ നോമ്പ് തുറക്കാറ്. ഈ പള്ളി എൻ്റെ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്താണ്. ഇതാണ് ഞാൻ നിൽക്കുന്ന ഫ്ലാറ്റ്. ഈ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്താണ് പള്ളി. നാട്ടിലൊക്കെ എൻ്റെ വീടൊക്കെ കണ്ടവർക്ക് അറിയാം, പള്ളിയും വീടും ഏകദേശം അടുത്താണ്. ഏകദേശം ഒരു 100 മീറ്ററിൻ്റെ മാറ്റുള്ളൂ. അതേപോലെ തന്നെ ഗൾഫിലെത്തിയപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടിക്കണേ. അതേമാതിരി തൊട്ടടുത്തിട്ടോ. ഇതാണ് കേട്ടോ പള്ളീൻ്റെ ഒരു ഫ്രണ്ട് എന്നുള്ള ലുക്ക്. ഇതത്ര വലിയ പള്ളിയൊന്നുമല്ല കേട്ടോ, ഇത് ചെറിയ പള്ളിയാണ്. ഇവിടെ അടുത്തടുത്ത് തന്നെ വേറെ പള്ളി ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സെൻറ്ററിൽ കാണുന്ന വേറെ പള്ളി കേട്ടോ. ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്ററിൻ്റെ ദൂരത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പള്ളി ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മളെ പള്ളി. ഇവിടെ ഈ മാറ്റ് വിരിച്ചിട്ടില്ലേ, ഇത് ഈ ഇൻ്റർലോക്ക് ഇട്ട് ഇവിടെ ഫുള്ള് അങ്ങനെ വിരിച്ചിട്ടു. അങ്ങോട്ട് ഇവിടെ ആണ് എന്താ പറയുക അവർ ഫുഡ് സെറ്റ് ചെയ്യൽ. അത് അവർ സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് അവരിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയില്ല, അത് മോശമല്ലേ. ഇവിടെ ആളുകൾ വന്ന് തുടങ്ങണുള്ളൂ കേട്ടോ. ഞാൻ നേരത്തെ വന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഫുള്ള് ആളാവും. അപ്പം ഇങ്ങനെ വീഡിയോ എടുക്കലൊന്നും നടക്കില്ല. ഇങ്ങനെ ഓരോന്ന് സെറ്റാക്കി വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഫുഡ്. പല പള്ളിക്കലും പല എന്താ പറയുക ഐറ്റംസൊക്കെ കേട്ടോ. പക്ഷെ ഞങ്ങളിവിടെ ഉള്ളത് ഇങ്ങനെയാണ്. മെയിനായിട്ട് ഒരു ബിരിയാണി ഉണ്ടാവും, പിന്നെ ഒരു ജ്യൂസ്, ഒരു വാട്ടർ, പിന്നെ ഒരു ബനാന, പിന്നെ ഓറഞ്ച്. ഈ ഫ്രൂട്ട്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും കേട്ടോ. ബനാന ഉള്ളത് ചിലപ്പോൾ ഓറഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. പിന്നെ വാട്ടർ, പിന്നെ ചില ദിവസം ഈ കട്ട്ലറ്റ്, അതുപോലെ എന്താ പറയുക സമൂസ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഓരോ ദിവസത്തിൻ്റെ ഇതിലാണ്. അതൊക്കെ എന്താ വെച്ചാൽ ഓരോ ആൾക്കാരിങ്ങനെ നേർച്ച തരുന്നുണ്ടാവും. അങ്ങനെ ഫുഡ് കഴിച്ചിട്ടോ ഒരു 10 മിനിറ്റൊക്കെ എടുക്കുള്ളൂ കേട്ടോ അതിന്. അത് കഴിഞ്ഞാൽ ഇനി നിസ്കാരം. قل إنما أنا بشر مثلكم يوحى إلي. അങ്ങനെ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. ഇത് കഴിച്ചിട്ടില്ല കേട്ടോ, എല്ലാം ഒന്നും കഴിക്കാൻ കഴിയില്ല, അതിന് മാത്രം ഫുഡ് ഉണ്ട്. ഓക്കെ, താങ്ക് യു.